എല്ലാവർക്കും നമസ്കാരം. പല സ്ഥലങ്ങളിലും തീപിടിച്ച വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ട്. പല പറമ്പുകളും തീപിടിക്കുകയാണ്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചാലക്കുടി ഫയർഫോഴ്സ് സംഘങ്ങൾ നടത്തുന്ന നല്ല രീതിയിലുള്ളൊരു ഇടപെടലാണ് ഈ തീയൊക്കെ അണയ്ക്കുന്നത്. അവർക്ക് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു നല്ല സാഹചര്യം ഇപ്പോഴും ഇല്ലെങ്കിലും ഈ പ്രദേശങ്ങളിലൊക്കെ തീപിടുത്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതിനൊക്കെ വളരെ നിർണായകമായ ഇടപെടൽ നടത്തുന്നവരാണ് ചാലക്കുടി ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇന്നലെ രാത്രി ഒരു 12 മണിയോട് കൂടിയിട്ട് നമ്മുടെ കൊരട്ടി JTS ജംഗ്ഷനിൽ നമ്മുടെ ചാലക്കുടിക്ക് പോകുന്ന ദിശയിൽ ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുരിയച്ചിറയിലേക്ക് പോവുകയാണ്. കുരിയച്ചിറയിലുള്ള കാട്ടുകാരൻ കുടുംബാംഗം ജോർജ്, അമ്മ ജിൻസി, സഹോദരി നീതു എന്നിവരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഈ കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് കാറിൻ്റെ മുന്നിൽ നിന്നും തീയും പുകയൊക്കെ വരണ കണ്ട് ആളുകൾ ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കാർ നിർത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അത് അപ്പം തന്നെ കാർ തീ പിടിച്ചു. വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു. കാർ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ഫയർഫോഴ്സ് അംഗങ്ങൾ വന്നിട്ടാണ് ഈ തീ അണച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലം തന്നെ ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ വാഹനങ്ങൾ കത്തുന്ന ഒരു സംഭവം നമുക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല കാറുകളും നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ കത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയാണ് ഇപ്പോഴത്തെ മെമ്പർ AD സജിയുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അത്ഭുതകരമാവിധം രക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഈ കാറുകൾ വാഹനങ്ങൾ തീപിടിക്കുന്ന ഒരു സംഗതി ഈ വേനൽക്കാല സമയങ്ങൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. വാഹനങ്ങൾ എടുക്കുന്നവരും ഓടിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക. ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ മുന്നിലുള്ള എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കണം എന്നല്ലതാണ്. വല്ല പുകയോ തീയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ആ കുടുംബം രക്ഷപ്പെടാൻ കാരണം രാത്രി ഈ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരിക്കും. ഇത് ആളുകൾ പറയുന്നത് ആ ഡ്രൈവർ കറക്റ്റായിട്ട് ഈ ജോർജ് എന്ന് പറയുന്ന ആൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ തീപിടുത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. ചാലക്കുടി അഗ്നിശമന സേനാംഗങ്ങളായ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ PO വർഗീസിൻ്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സേനാംഗങ്ങളായിട്ടുള്ള PR രതീഷ്, C ജയകൃഷ്ണൻ, PR അനന്തു, മജീദ്, PS മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ തീ അണച്ചത്. തീർച്ചയായിട്ടും ഫയർഫോഴ്സിന് വലിയ ഒരു ബിഗ് സല്യൂട്ട്. ഇപ്പോഴും അവർക്ക് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു നല്ല ഇടം ഇപ്പോഴും ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. ഈ രാത്രി ഒരു കൺപോള പോലും അടയ്ക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാർ, ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എവിടെയൊക്കെ പോകണം. ഒരേ സമയം തന്നെ പല സ്ഥലങ്ങളും തീ പിടിക്കുക, അവിടേക്കോ പോകും. ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഉള്ള സമയം ഒന്ന് തലചാറ്റിരിക്കാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം പോലും ഇപ്പം നമ്മുടെ ചാലക്കുടി അഗ്നിശമന നിലയത്തിലില്ല. അതിൻ്റെ അവസ്ഥ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത്ര പരിതാപകരമായിട്ടുള്ളൊരു സംഭവം. സൊമാലിയയിൽ പോലും ഇത്തരത്തിലുള്ളൊരു കെട്ടിടം ഉണ്ടാവില്ല. എന്തായാലും കാറ് കത്തി നശിച്ചു പൂർണ്ണമായിട്ടും. ഇനിയും കാറുകൾ കത്താൻ സാധ്യതയുണ്ട്. കാരണം എന്തോ ഷോർട്ട് സർക്യൂട്ടോ എങ്ങനെയാണ് ഈ കാറുകൾ കത്തണമെന്നറിയില്ല. പല കാരണങ്ങളായിരിക്കാം. ശ്രദ്ധിക്കുക.